Okay, നമുക്ക് കുറച്ച് ടൈം അങ്ങോട്ടേക്ക് പോവേ. നമുക്ക് ഡെറിവേഷൻ തീർക്കണം. ഓക്കെ, സോ ഇന്നലെ ബേസിക് ആയിട്ട് എന്തൊക്കെയാണ് പ്ലെയിൻ സ്ട്രെസ് എന്താണ് പ്ലെയിൻ സ്ട്രെയിൻ എലമെന്റ് എന്ന് പറഞ്ഞു. കേൾക്കാലോ അല്ലെ? പറയുന്ന സൗണ്ടിൽ ഇഷ്യൂസ് ഒന്നുമില്ലല്ലോ? ഓക്കെ, യെസ്. ഓക്കെ, സോ അവർ ചിലപ്പം 12 മണി വരെ പ്ലാൻസ് ഉണ്ട്. ഓക്കെ, കുറച്ച് പെട്ടെന്ന് സ്പീഡ് ആക്കാം. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി. എന്താണ് പ്ലെയിൻ സ്ട്രെസ്, എന്താണ് പ്ലെയിൻ സ്ട്രെയിൻ എന്ന കാര്യങ്ങൾ നോക്കി. റൈറ്റ്. സോ പ്ലെയിൻ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു, പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷനിൽ എന്താണ് തിക്നെസ് വളരെ കുറഞ്ഞ കേസുകളാണ് നമ്മൾ പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷൻ എടുക്കുക. സോ അൾട്ടിമേറ്റ്ലി നമ്മളിവിടുത്തെ എയിം എന്ന് പറഞ്ഞാൽ ഇസ് ടു കൺവേർട്ട് എ കോംപ്ലിക്കേറ്റഡ് 3-dimensional പ്രോബ്ലം ഇൻ ടു എ 2-dimensional പ്രോബ്ലം ആൻഡ് ദെൻ സോൾവ് ഇറ്റ് using software. Manually and then software, using the software to solve this. Okay, now so അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് രണ്ട് കാറ്റഗറൈസ് ചെയ്തു. ഒന്ന് തിക്നെസ് വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കുറവ് തിക്നെസ് കമ്പയർഡ് ടു ഇറ്റ്സ് അതർ ഡയമെൻഷൻസ് വരുന്ന കേസുകളിൽ you can assume it as a plain stress condition and you can solve. Now similarly, when the thickness is very large, okay, when it is very large, so in that cases, for example, like the width of a dam, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു ലോങ് പൈപ്പിന്റെ ഒക്കെ കേസ് എടുക്കുകയാണെങ്കിൽ you can neglect the thickness because the strain along the thickness direction will be very less. Okay, so in that case you can go with the plain strain condition. So ഈ രണ്ട് കണ്ടീഷൻസ് ആണ് പറഞ്ഞത്. Okay, so നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞു. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 3-dimensional പ്രോബ്ലത്തിനെ ഒരു 2-dimensional ആയിട്ട് നമ്മൾ റെഡ്യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ നമുക്ക് തിക്നെസ് കുറഞ്ഞൊരു പ്രോബ്ലം ഉണ്ടെന്ന് വിചാരിക്കാം. സോ തിക്നെസ് കുറഞ്ഞ ഒരു സിമ്പിൾ ഒരു പ്ലേറ്റിന്റെ പ്രോബ്ലം നമ്മുടെ മുന്നിലേക്ക് വന്നു എന്ന് വിചാരിക്കാം. റൈറ്റ്. സോ ഇത്തരത്തിലൊരു പ്ലേറ്റ്, ഓക്കെ, ഒരു തിൻ പ്ലേറ്റിന്റെ കേസ് നമുക്ക് വന്നു. സോ ഓക്കെ, സോ ഹൗ വുഡ് യു സോൾവ് ഓർ ഫൈൻഡ് ദ സ്ട്രെസ്സസ് ആക്ടിങ് ഓൺ എ തിൻ പ്ലേറ്റ് വിത്ത് എ ഹോൾ, അല്ലെങ്കിൽ ഓക്കെ, സോ ഒരു പ്ലേറ്റിന്റെ അടുക്ക് ഒരു ഹോൾ ഉള്ള ഒരു കണ്ടീഷൻ വന്നു വിചാരിക്കാം. Okay, so how will you solve this? The first step, as I said, so we'll say since the thickness is very small, we'll go with the plain stress condition. Okay, so ആദ്യത്തെ കാര്യങ്ങൾ ഇനി ഇതിനെ ഇങ്ങനെ സോൾവ് ചെയ്യും. ഞാനൊരു പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷൻ ആയിട്ട് എന്റെ ആക്ച്വൽ കേസിനെ ഞാൻ കുറച്ചു. ഇനി എനിക്ക് ഇതിന് എന്ത് വേണം? ഇനി ഇതിനെ സോൾവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? I have to discretize this. Okay, so I'll convert this to a 2-dimensional plane, something like this with a hole at the center. Okay, now the next step is to solve this entire plane. എനിക്ക് 2-dimensional plane എനിക്ക് സോൾവ് ചെയ്യണം. ഞാനത് എങ്ങനെ സോൾവ് ചെയ്യും? ഇപ്പൊ നമുക്കറിയാം ഫൈനൈറ്റ് എലമെന്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് സോൾവ് ചെയ്യുന്നതെങ്കിൽ your ultimate thing is to divide this entire element into, അല്ലെങ്കിൽ divide this entire structure into finite elements, അല്ലെ? ചെറിയ എലമെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന് സോൾവ് ചെയ്യേണ്ട മെത്തേഡ്. ഓക്കെ, സോ ഇൻ ദിസ് ലെക്ചർ യു ആർ ആക്ച്വലി ഗോയിങ് ടു ലേൺ അബൌട്ട് one of the simplest type way in which you can discretize, അല്ലെങ്കിൽ the simplest element using which you can divide this entire plane into small pieces. Okay, എന്താണ് നോക്കാം. സോ അതാണ് ഇന്നത്തെ ടോപ്പിക്. അതാണ് നമ്മളിവിടെ ഫസ്റ്റ് നമ്മൾ ഏറ്റവും ആദ്യം പഠിക്കുന്ന ഏറ്റവും സിംപ്ലസ്റ്റ് എന്താണ് എലമെന്റ് ആണ്, പ്ലനാർ എലമെന്റ് ആണ്. അത് കോൺസ്റ്റന്റ് സ്ട്രെയിൻ ട്രയാങ്കിൾ എന്ന് പറയും. സോ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്, കോൺസ്റ്റന്റ് സ്ട്രെയിൻ triangle, or it is also called CST element. Okay, so constant strain triangle element എന്ന് പറയാം, അല്ലെങ്കിൽ CST element എന്ന് പറയാം. സോ ഇതാണ് അത്. ഓക്കെ, റൈറ്റ്. സോ ഇവിടെ കോൺസ്റ്റന്റ് സ്ട്രെയിൻ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം ഒരു ട്രയാങ്കുലർ എലമെന്റ് ആണ്. സോ അൾട്ടിമേറ്റ്ലി വി ആർ ആക്ച്വലി ഡിവൈഡിങ് ദിസ് ഇൻ ടു നമ്പർ ഓഫ് ട്രയാങ്കിൾസ്. ഓക്കെ, ചെറിയ ട്രയാങ്കിൾസ് ആയിട്ട്. സോ ദ മോർ ദ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് യു വിൽ ഗെറ്റ് എ ബെറ്റർ റിസൾട്ട്. ഓക്കെ, സോ ഇത്തരത്തിലുള്ള ചെറിയ ട്രയാങ്കിൾസ് ആയിട്ട് വിൽ ബി ഡിസ്ക്രിറ്റൈസിങ് ദിസ് എൻറ്റയർ ഫിഗർ ആൻഡ് ദെൻ വിൽ ബി സോൾവിങ്. ഓക്കെ, സോ ചെറിയ ട്രയാങ്കിൾ ആയിട്ട് എൻറ്റയർ സ്ട്രക്ചർ നമ്മൾ ഡിവൈഡ് ചെയ്യും. ഓക്കെ, സോ ആ ട്രയാങ്കിൾ എന്താണ്, എങ്ങനെയാണ് അതിന്റെ ഷേപ്പ് ഫംഗ്ഷൻ വരിക, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നമുക്ക് ഇതിന്റെ ഷേപ്പ് ഫംഗ്ഷൻ ഡിറൈവ് ചെയ്യാം, അതുപോലെ ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, സോ കറക്റ്റ് ശ്രദ്ധിക്കുക. എന്തെങ്കിലുമൊക്കെ മിസ്സിംഗ് വരുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ എന്നോട് പറയാം. ഓക്കെ, എവിടെയും കട്ടോ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കുകയും വേണം. ഓക്കെ, ഫൈൻ. സോ വിൽ സ്റ്റാർട്ട് വിത്ത് so your simple triangle, as I said, your constant strain triangle is a very small triangular element, something like this. Okay, നമുക്കറിയാം ഒരു triangular element എങ്ങനെയാണെന്ന്. ഓക്കെ, സോ ഇത്തരത്തിലുള്ളൊരു സിമ്പിൾ ട്രയാങ്കുലർ എലമെന്റ്. ഓക്കെ, സോ ഈ എൻറ്റയർ സ്ട്രക്ചർ ആണ് ഇതിന്റെ കേസിൽ. ഇത് എൻറ്റയർ സ്ട്രക്ചർ, ഈ ഒരു ട്രയാങ്കിൾ ആണ് ഒരു എലമെന്റ്. ഓക്കെ, സോറി, ഈ എൻറ്റയർ ട്രയാങ്കിൾ ആണ്
ഇതാണ് എൻ്റെ ഒരു എലമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിലെ ഒരു എലമെന്റ് എന്ന് പറയുന്നത് ഇറ്റ് കംപ്രൈസസ് ഓഫ് 3 നോഡ്സ്. ഇതാണ് ഫസ്റ്റ് നോഡ്. സോ നമുക്ക് ഇവിടെ നോഡ് നമ്പർ ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നോഡ് നമ്പറിംഗ് ചെയ്യേണ്ടത്. ഓക്കെ, വെറുതെ ചെയ്യാൻ പാടില്ല, കാരണം സോഫ്റ്റ്വെയർസ് അത്തരത്തിലാണ് നമ്പറിംഗ് എടുക്കുക. ഓക്കെ, സോ ഇതാണ് എൻ്റെ ഫസ്റ്റ് എലമെന്റ്. സോ ഇത് എൻ്റെ സെക്കൻഡ് എലമെന്റ് ആൻഡ് ദിസ് വൺ ഈസ് മൈ തേർഡ് എലമെന്റ്. ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്പറിംഗ് വന്നത്. സോ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെയാണ്. സോ യു ഹാവ് one element. Okay, ഒരു CST constant strain triangle നമ്മൾ എടുക്കുകയാണെങ്കിൽ you have one element. Okay, and in that one element you have 3 nodes, right? Okay, now again നമ്മൾ ഇവിടെ നോക്കുന്നത് എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ we are actually considering a 2-dimensional surface. Okay, ഒരു പ്ലെയിൻ നമ്മൾ എന്ത് ചെയ്തു, ഒരു 3-dimensional ഞാനൊരു 2-dimensional ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇനി ഇതിനെ ഞാൻ ഡിസ്ക്രിറ്റൈസ് ചെയ്യാൻ പോവാണ് അല്ലെ. സോ ഇതിനെ ഞാൻ ഡിസ്ക്രിറ്റൈസ് ചെയ്യാൻ പോവാണ്, ചെറിയ ചെറിയ ട്രയാങ്കിൾ ആയിട്ട് ഞാൻ ഇതിനെ ഡിസ്ക്രിറ്റൈസ് ചെയ്തിട്ട് ഇതിനെ സോൾവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇതാണ് എന്റെ ഒബ്ജക്റ്റീവ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഇത് ആക്ച്വലി ഒരു 2-dimensional എലമെന്റ് ആണ് അല്ലെ. 2-dimensional ആണ് എന്ന് വെച്ചാൽ ഇതിന്റെ രണ്ട് ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ്സ് ഉണ്ടാവും. എവിടെയൊക്കെ? ഒന്ന് എക്സ് ഡയറക്ഷനിലും ഡിസ്പ്ലേസ്മെന്റ് പോസിബിൾ ആണ്, അതുപോലെ തന്നെ വൈ ഡയറക്ഷനിലും ഡിസ്പ്ലേസ്മെന്റ് പോസിബിൾ ആണ്. എന്താ വെച്ചാൽ നമ്മൾ എക്സ് ഡയറക്ഷനും വൈ ഡയറക്ഷനും കൺസിഡർ ചെയ്യണം. Okay, so that means each node will have 2 degrees of freedom. So that is very important. Each of these nodes will have 2 degrees of freedom. That means this can move in this direction. Okay, ഒരു node first node ഈ ഒരു direction move ചെയ്യാം. Let that be some u1, and again it can also move in the opposite direction. എങ്ങനെ? y direction in ഒരു movement possible ആണ്, അത് v1 എന്നും കൊടുക്കാം. അതുപോലെ സെക്കൻഡ് നോഡ് എടുത്തു കഴിഞ്ഞാലും ഈ സെക്കൻഡ് നോഡിനും 2 ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട് അല്ലെ. 2 ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് വെച്ചാൽ ഏതൊക്കെ ഡയറക്ഷനിൽ അതിന് മോഷൻ പോസിബിൾ ആണെന്നുള്ളതാണ് അല്ലെ. ഒന്ന് ഇതേപോലെ തന്നെ എക്സ് ഡയറക്ഷനിൽ നമുക്ക് അതിനെ u2 എന്ന് കൊടുക്കാം, അതുപോലെ y ഡയറക്ഷനിൽ അതിനെ നമുക്ക് v2 എന്നും കൊടുക്കാം. ഇനി അതുപോലെ തേർഡ് നോഡ് എടുക്കുകയാണെങ്കിൽ ഇതിനും 2 ഡയറക്ഷനിൽ പോസിബിൾ ആണ്. ഒന്ന് u3 ആണ് എക്സ് ഡയറക്ഷനിൽ, y ഡയറക്ഷൻ v3. ഓക്കെ, ക്ലിയർ ആണോ ഇതുവരെ? ഓക്കെ, സോ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ, നമുക്ക് ഓരോന്നോരോന്ന് ലിങ്ക് ചെയ്ത് പോകേണ്ടതാണ് ഇവിടെ. ഓക്കെ, സോ അൾട്ടിമേറ്റ്ലി സോ ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ സോ നമ്മൾ നേരത്തെ ചെയ്ത ബാർ എലമെന്റ് കേസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ബാർ എലമെന്റ് കേസിൽ ഞാൻ പറഞ്ഞത് നമ്മൾ 2 നോഡാണ് ഉണ്ടായിരുന്നത്. അതിൽ ഓരോ നോഡിനും ഒരു ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ്. സോ ഇത് u1 പോസിബിൾ ആയിരുന്നു, ഇത് u2 പോസിബിൾ ആയിരുന്നു അല്ലെ. ഇത് രണ്ട് ഡിസ്പ്ലേസ്മെന്റ് മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. ഇവിടെ നേരെ മറിച്ച് എന്തായി, 2-dimensional കേസ് ആകുമ്പോഴേക്ക് ഓരോന്നിനും എന്താണ്, സോ ഇവിടെ ഇത് ശരിക്കും പറഞ്ഞ ഒരു 2-dimensional എന്താണ് ഒരു 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരുന്നു അല്ലെ. 2 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ആയിരുന്നു ഒരു ബാർ എലമെന്റ് കേസിന് ഉണ്ടായിരുന്നു. വെറും 2 ഡിഗ്രി ഓഫ് ഫ്രീഡം മാത്രം. അതുകൊണ്ട് തന്നെ നമുക്കത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിംഗിൾ നോഡഡ് എലമെന്റ്, ഒരു സിംഗിൾ എലമെന്റ് കേസ് ആണെങ്കിൽ എനിക്കൊരു 2x2 മെട്രിക്സ് മതിയായിരുന്നു സ്റ്റിഫ്നെസ് മെട്രിക്സ് ആയിട്ട്. ഫൈൻ. ഇവിടെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇതിനിപ്പോ ടോട്ടൽ എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട് എന്ന് പറഞ്ഞേ. ഈ ഒരു CST എലമെന്റിന്, ഒരു ട്രയാങ്കുലർ എലമെന്റിന് എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്? ഓരോ നോഡിനും 2 വെച്ചിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ എത്ര ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉണ്ട്? 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. യെസ്, വെരി ഗുഡ്. സോ ഇതെന്താ മനസ്സിലാക്കേണ്ടത്? 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഇതിന് പോസിബിൾ ആണ്, അല്ലെങ്കിൽ 6 ഡിസ്പ്ലേസ്മെന്റ്സ് പോസിബിൾ ആണ് അല്ലെ. 6 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയാം, ഓർ 6 displacements are there for a CST element. So ഇത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇത് നമുക്ക് ഇന്ന് ഇൻഫർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, since there are 6 degrees of freedom or 6 displacements, therefore your matrix will be a stiffness matrix is going to be a 6x6 matrix. Okay, 6x6 stiffness matrix ആണ് നമുക്ക് വരുന്നത്. Fine. Okay, so അതൊക്കെ അവിടെ കേട്ടെ. And again this can be represented as, see this entire thing, the entire displacement of this current can be represented something like this. Your u total displacement, so u എന്ന് പറയുന്നത് x directional displacement മാത്രം എടുക്കുകയാണെങ്കിൽ അതിങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം, n1 u1 plus n2 u2 plus n3 u3 എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യാം. സിമിലർലി y ഡയറക്ഷനിൽ v ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ്സിന് എനിക്ക് ഇതേപോലെ തന്നെ റെപ്രസെന്റ് ചെയ്യാം, n1 v1 plus n2 v2 plus n3 v3 എന്ന് റെപ്രസെന്റ് ചെയ്യും. ഇത് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കും. ഓക്കെ, സോ എന്ന് വെച്ചാൽ n1 n2 n3 are the shape functions. Therefore for this setup you have 3 shape functions. ഓക്കെ, പഴയതിന് എന്തായിരുന്നു, ബാർ എലമെന്റ് കേസിലാണെങ്കിൽ n1 n2 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതിന് 2 ഷേപ്പ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ ഒരു പ്ലാനാർ എലമെന്റ് ആവുന്ന കേസിൽ 3 നോഡ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക്
മൂന്ന് ഷേപ്പ് ഫംഗ്ഷൻസ് വരുന്നുണ്ട്. n1 u1 plus n2 u2 plus n3 u3. Okay, so this is a structure of a constant strain triangle. Okay, so ബാക്കിയെല്ലാം നമുക്ക് കണക്ഷൻസ് ചെയ്യാൻ ആക്കി തരാം, കഴിയാറാകുമ്പോഴേക്കും എല്ലാം ലെവൽ ആകും, പക്ഷെ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ഫൈൻ. ഓക്കെ, നൗ ഓക്കെ, സോ നമുക്ക് കോൺസ്റ്റന്റ് സ്ട്രെയിൻ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ ഇറ്റ്സ് ആക്ച്വലി, സോ ഈ ത്രൂ ഔട്ട് ഈ സ്ട്രക്ചറിലെ സ്ട്രെയിൻ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഈ ഒരു നമ്മളിവിടെ ഒരു കോൺസ്റ്റന്റ് സ്ട്രെയിൻ ട്രയാങ്കിൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് തന്നെ സ്ട്രെയിൻ ഈസ് കോൺസ്റ്റന്റ് വിത്തിൻ ദ എലമെന്റ് ആണ്. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഫോർ ദിസ് വൺ. സ്ട്രെയിൻ ഈസ് കോൺസ്റ്റന്റ് വിത്തിൻ ദ എലമെന്റ്, വിത്തിൻ ദ എലമെന്റ്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ കോൺസ്റ്റന്റ് സ്ട്രെയിൻ ട്രയാങ്കിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഫോർ എൻറ്റയർ എലമെന്റ് കേസിൽ യുവർ സ്ട്രെയിൻ ഇസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, സോ ഈ കോൺസ്റ്റന്റ് സ്ട്രെയിൻ ട്രയാങ്കിളിനെ നമുക്ക് പിന്നെ എന്താണ് പ്ലെയിൻ സ്ട്രെസ് പ്രോബ്ലത്തിലും യൂസ് ചെയ്യാം, പ്ലെയിൻ സ്ട്രെസ് പ്രോബ്ലത്തിന്റെ കേസുകളിലും യു ക്യാൻ യൂസ്. സിമിലർലി കോൺസ്റ്റന്റ് സ്ട്രെയിൻ ട്രയാങ്കിൾ ക്യാൻ ബി യൂസ്ഡ് ഫോർ പ്ലെയിൻ സ്ട്രെയിൻ പ്രോബ്ലം ആസ് വെൽ. ഓക്കെ, സോ എന്ത് തരത്തിലുള്ള പ്രോബ്ലം ആയാലും നമ്മളൊരു 2 ഡയമെൻഷണൽ ആയിട്ട് ആക്കി കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ 2 ഡയമെൻഷണൽ എലിമെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മൾ ഇതിനെ ഫൈനൈറ്റ് എലിമെന്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ആ പ്രോസസ്സിനാണ് നമ്മൾ മെഷിംഗ് എന്ന് പറയാം, അല്ലെ? ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതിനെ പറ്റുമെങ്കിൽ ഞാൻ ഇത് കാണിച്ചു തരും. ഓക്കെ, സോ മെഷിംഗ് എന്ന് പറയാം എന്ന് വെച്ചാൽ ഇതിനെ എല്ലാം ചെറിയ ഫൈനൈറ്റ് എലമെന്റ്സ് ആയിട്ട് ഡിറൈവ് ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. സോഫ്റ്റ്വെയറിനെ സോൾവ് ചെയ്യണമെങ്കിൽ പ്രോപ്പർ ആയിട്ട് മെഷിംഗ് നടന്നാൽ മാത്രമേ നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റൂ. ഈവൻ മെഷിങ്ങിന് എക്സ്ക്ലൂസീവ്ലി മെഷിങ്ങിന് വേണ്ടി തന്നെ മെഷിംഗ് സോഫ്റ്റ്വെയർസ് തന്നെ ഉണ്ട്. കാരണം ഹൈ ക്വാളിറ്റി മെഷ് വേണ്ട സ്ഥലത്ത്, അല്ലെങ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡയഗ്രാംസ് വരുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ നമ്മളെ പാർട്സ് ഒക്കെ ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പാർട്സ് ആണ് ഡിസൈൻ ചെയ്യുന്നെങ്കിൽ അത്തരം കേസുകൾ, ഇപ്പം ഈവൻ നമ്മളിപ്പോ ഓട്ടോമൊബൈൽ കാറിന്റെ ഒക്കെ പുതിയ വരുന്ന കാറുകളുടെ എല്ലാം സ്ട്രക്ചർ ഹൈലി കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പൊ അതിന്റെ ഒക്കെ മെഷിംഗ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ആൻസസ് പോലത്തെ സോഫ്റ്റ്വെയർ ഇട്ടാൽ പ്രോപ്പർ ആയിട്ട് മെഷിംഗ് നടക്കില്ല. അതിനൊക്കെ വേണ്ടിയിട്ട് അതിനായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട്, ലൈക്ക് ഹൈപ്പർ മെഷ്. ഓക്കെ, ഇറ്റ്സ് എ സോഫ്റ്റ്വെയർ. അതുപോലത്തെ സോഫ്റ്റ്വെയറിൽ ഈ മെഷിംഗ് എന്നുള്ള പ്രോസസ്സ് മാത്രമാണ് നടത്തുക. മാനുവലി നമ്മൾ ഓട്ടോമാറ്റിക്കലി മെഷ് ജനറേറ്റ് ചെയ്താൽ ചിലപ്പോൾ എവിടെയെങ്കിലും ഫെയിലർ ഉണ്ടാവും. മാനുവലി ഓരോ പാർട്ട് എടുത്തിട്ട് ഈ മെഷ് ജനറേഷൻ മാത്രം ചെയ്യാനുള്ള സോഫ്റ്റ്വെയർസ് അടക്കമുണ്ട്. ഓക്കെ, സോ അൾട്ടിമേറ്റ്ലി മെഷിംഗ് എന്ന് പറയുന്നത് ഇതാണ്. The entire structure or entire part is discretized or made into small elements. Okay, and അതിൽ ഏറ്റവും ഫണ്ടമെന്റൽ എലമെന്റ് ആണ് CST എലമെന്റ്, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് സ്ട്രെയിൻ ട്രയാങ്കിൾ. ഓക്കെ, സോ ഇത് നമുക്ക് രണ്ട് കേസിലും യൂസ് ചെയ്യാം. പ്ലെയിൻ സ്ട്രെസിന്റെ പ്രോബ്ലം ആയാലും പ്ലെയിൻ സ്ട്രെയിന്റെ കേസിലായാലും ഈ രണ്ട് കേസിലും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ അൾട്ടിമേറ്റ്ലി നമ്മൾ ഇത്ര വരെ എത്തി. ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊന്ന് റീകളക്ട് ചെയ്തിട്ട് പോവാണ്. അത് നമ്മൾ എന്ത് ചെയ്തു, 3 ഡയമെൻഷണൽ എലമെന്റിനെ പ്ലെയിൻ സ്ട്രെയിനോ കണ്ടീഷൻ സ്ട്രെസ്സോ കണ്ടീഷൻ ബേസ് ചെയ്ത് 2D ആക്കി. 2D എന്ത് ചെയ്യുന്നു, ഇനി ഡിസ്ക്രീറ്റൈസ് ചെയ്യാണ്. ഓക്കെ, ആ സ്റ്റെപ്പിലേക്ക് നമ്മൾ എത്തി, ഡിസ്ക്രീറ്റൈസേഷനിലേക്ക് എത്തി. ഓക്കെ, ഡിസ്ക്രീറ്റൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്ന എലമെന്റ് ആണ് CST എലമെന്റ്, കോൺസ്റ്റന്റ് സ്ട്രെയിൻ ട്രയാങ്കിൾ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ ഡിസ്ക്രീറ്റൈസ് ചെയ്യാൻ പോകും. ഓക്കെ, ഫൈൻ. ഇതുവരെ ഓക്കെ ആണോ? എന്റെ കൂടെ തന്നെ ഉണ്ടോ? Yes, sir. Okay. Now, how can we solve a problem manually? അപ്പോൾ അത് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ഷേപ്പ് ഫംഗ്ഷൻ എങ്ങനെ ഡിറൈവ് ചെയ്ത് എടുക്കാം എന്നുള്ളത് അറിയണം. ഓക്കെ, സോ വിൽ ഗോ വിത്ത് ദ, ഓക്കെ, 1 second. Okay, so we'll try to derive the shape function. So ഞാൻ ഇവിടെ പറഞ്ഞു u എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ് എനിക്ക് n1 u1 plus n2 u2 plus n3 u3 എന്ന് റെപ്രസെന്റ് ചെയ്യാം. അതേപോലെ y ഡയറക്ഷനിലെ ഡിസ്പ്ലേസ്മെന്റ് ഇത്തരത്തിൽ റെപ്രസെന്റ് ചെയ്യാം. പക്ഷെ ഇതിൽ n1 എന്താണെന്ന് എനിക്കറിയില്ല, n2 എന്താണെന്ന് അറിയില്ല, n3 എന്താണെന്ന് അറിയില്ല. ബാർ എലമെന്റ് കേസ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് ഓൾറെഡി കിട്ടി. n1 എന്ന് പറഞ്ഞാൽ 1 minus x by l ആണ്. അതേപോലെ n2 എന്ന് പറഞ്ഞാൽ 1 minus x by l ആയിരുന്നു, അല്ലെ? സോ നമുക്ക് ഇവിടെ n1 n2 n3 എന്താണെന്ന് കണ്ടുപിടിക്കാം, such that it follows all the properties. എന്ന് വെച്ചാൽ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ n1 should be 1 and the remaining shape function n2 and n3 should be equal to 0. ഓക്കെ, സോ അത്തരത്തിൽ നമുക്ക് എങ്ങനെ ഒരു ഷേപ്പ് ഫംഗ്ഷൻ ഡിറൈവ് ചെയ്യാൻ നോക്കാം. സോ അതിന്റെ ഡെറിവേഷനിലേക്കാണ് പോകുന്നത്. വളരെ കറക്റ്റ് ആയിട്ട് നോക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, okay, so we'll derive the shape function for CST element. So this is very important derivation. Shape function for CST. So നമുക്ക് ഡെറിവേഷൻ ഇവിടെ തന്നെ ഇപ്പൊ തന്നെ ക്ലിയർ ആക്കാം, എന്നിട്ട് തന്നെ പോവാം. ഓക്കെ, റൈറ്റ്. Okay, so let us consider an xy axis. Okay,
and y-axis ആണ് and x-axis ആണ്. And let us consider a CST element. Okay, very simple CST element നമുക്ക് ഇതിന്റെ inside consider ചെയ്യാം. So something like this. Okay, so there are 3 nodes. Node numbering ചെയ്യാം. So let this be my first node, second node, and third node. This is my x-axis, this is my y-axis. Okay, now let the degrees of freedom അല്ലെങ്കിൽ displacements നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. So along x-axis, let us denote the x-axis by u1, y-axis v1. Similarly, second point, let this be u2, y-axis v2, and third point u3 and y-axis v3. Okay, so അതിന്റെ കൂടെ തന്നെ ചെയ്തു വന്നോ. So we have seen that എന്താണ് ഇവിടെ 6 degrees of freedom ഉണ്ട്, അല്ലെങ്കിൽ 6 displacements പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നമ്മൾ ഡിറൈവ് ചെയ്ത് ഫൈനൽ കിട്ടുമ്പോൾ നമുക്കൊരു 6x6 മാട്രിക്സിന്റെ ഫോമിലേക്ക് വരും. Okay, right. Keeping that in mind, we can move on. Okay, now so the first step for this one is to start with നമ്മൾ പഴയ കേസ് ചെയ്ത അതേ രീതിയിൽ തന്നെ പോവാം, പക്ഷെ കുറച്ച് കാര്യങ്ങൾ മാറും. So the first thing that you should be doing is to select a displacement function, right? So we'll start with a displacement function. Okay, so നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. x ഡയറക്ഷനിൽ u ആണ്, y ഡയറക്ഷനിൽ v ആണ്. Okay, so നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ഫംഗ്ഷൻ എങ്ങനെ സെലക്ട് ചെയ്യാന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഫോർ എ ലീനിയർ പോളിനോമൽ, സോ നമ്മളിവിടെ സ്ട്രേറ്റ് ലൈൻ ആണ് എടുക്കുന്നത്. സോ ലീനിയർ പോളിനോമലിന്റെ കേസിന് എടുക്കാം, സിമ്പിൾ കേസ് ആയിട്ട്. പക്ഷെ ഇതൊരു 2 ഡയമെൻഷണൽ പ്രോബ്ലം ആണ് അല്ലെ, ux, y എന്ന് പറയുന്ന പ്രോബ്ലം ആണ്. സോ അതുകൊണ്ട് തന്നെ യുവർ ഫംഗ്ഷൻ ഷുഡ് ബി സച്ച് ദാറ്റ് ദർ ഷുഡ് ബി 3 constants and 2 variables, like x ഉം y ഉം കൺസിഡർ ചെയ്യണം അല്ലെ. Therefore your equation will be of the form something like this, or your u x comma y, അങ്ങനെ എഴുതാം. Your equation u x comma y is equal to, നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, a1 plus a2x plus a3y ആയിരിക്കും. Okay, similarly v x comma y എന്താണ്, y ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റ്സ് ആണ്. You can represent it as a4 plus a5x plus a6y എന്ന് റെപ്രസെന്റ് ചെയ്യാം. Okay, so this is about your displacement. ഒരു പോയിന്റിലെ ഡിസ്പ്ലേസ്മെന്റ് ആണ്, അത് u1 ആവാം u2 ആവാം. ഒരു ജനറൽ ഇക്വേഷൻ ആണ് ഫോർ u ഡിസ്പ്ലേസ്മെന്റ്. ഒരു നോഡിലെ ഏതെങ്കിലും ഒരു നോഡിലെ x ഡയറക്ഷനിലെ ഡിസ്പ്ലേസ്മെന്റ് യു ക്യാൻ റെപ്രസെന്റ് ഇറ്റ് ആസ് u of x comma y is equal to a1 plus a2x plus a3y. Fine, clear? Okay, okay, now taking displacement along x direction, okay, along x direction മാത്രം നമുക്ക് എടുക്കാം. ഓക്കെ, എന്ന് വെച്ചാൽ യുവിന്റെ ടേം മാത്രം എടുക്കാം. സോ അതുപോലെ തന്നെ ആയിരിക്കും ഫൈനൽ കിട്ടുന്ന വിയും. അതിനനുസരിച്ച് നമുക്ക് ലാസ്റ്റ് റീഅറേഞ്ച് ചെയ്താൽ മാത്രം മതി. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട് വിത്ത് യുവർ യു. ഓക്കെ, സോ യു ഓഫ് എക്സ് കോമ വൈ ഐ ക്യാൻ റെപ്രസെന്റ് ഇറ്റ് ആസ് യു ഡിസ്പ്ലേസ്മെന്റ്. ഞാൻ ഇതിന്റെ മെട്രിക്സ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യാം. എനിക്ക് ഇങ്ങനെ എഴുതാം, 1 x y into a1 a2 a3. Okay, 1 x y into a1 a2 a3. Let this be my first equation. Okay, so ഇവിടെ a1 a2 a3 എന്താണെന്ന് അറിയാമെങ്കിൽ എനിക്ക് ഇതിന്റെ ഫൈനൽ ഫോമിലേക്ക് ആക്കാം. നമുക്ക് നോക്കാം ഇത് എങ്ങനെയാണ് വരിക. 1x ഇതിന്റെ അകത്ത് ഷേപ്പ് ഫംഗ്ഷൻ ഒക്കെ എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. Okay, fine. Now so let us apply the boundary conditions. Okay, let us try to apply the next page എടുക്കാണ്. Let us apply the boundary conditions. Okay, so at node 1 when x equal to, so ഇതാണ് boundary condition, x is nothing but x1, y is nothing but y1. നമുക്ക് values ഒന്നും തന്നിട്ടില്ല, അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. At x1 you can say that your x is equal to x1 ആണ്, x1 എന്നുള്ള പോയിന്റ് ആണ് ഇതിന്റെ കോർഡിനേറ്റ്. Okay, similarly y is equal to y1. Okay, now if I substitute those things, എന്ത് കിട്ടും? My u1 is equal to, for the first node, okay, first node ആണ്, u1 is equal to a1 plus a2 x1
പ്ലസ് a3 y1 എന്ന് പറയാം. ഓക്കെ, കറക്റ്റ് അല്ലേ? a1 പ്ലസ് a2 x1 പ്ലസ് a3 y1 എന്ന് പറയാം. Right. Now for node 2, similarly എനിക്ക് റെപ്രസെന്റ് ചെയ്യാം എങ്ങനെ? u2 is equal to node 2 ആണ്. നോഡ് 2ന്റെ ഡിസ്പ്ലേസ്മെന്റ്, നോഡ് 2ന്റെ ഡിസ്പ്ലേസ്മെന്റ് ഇത് u1 അതേപോലെ u2. ഓക്കെ, സോ ഇതാണ് ഞാൻ നോക്കുന്നത് ഫോർ u2. റൈറ്റ്. സോ u2ന്റെ കേസിൽ എനിക്ക് ഇതേ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാം. എങ്ങനെയാണ്? a1 പ്ലസ് a2 ഇൻറ്റു x2 ആണ്. അതിന്റെ കോർഡിനേറ്റ് എടുക്കുകയാണ് x2 പ്ലസ് a3 ഇൻറ്റു y2. സിമിലർലി ഫോർ നോഡ് 3 ഇതേ കാര്യത്തിൽ റെപ്രസെന്റ് ചെയ്യാം. u3 is equal to a1 plus a2 into x3 plus a3 into y3. Right. Clear അല്ലേ? 3 പോയിന്റിലെ ഫസ്റ്റ് നോഡിലെ u1, സെക്കൻഡ് നോഡിലെ u2, തേർഡ് നോഡിലെ u3. അത് ഞാൻ ഇതേ ഈ ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷനിൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഞാൻ റെപ്രസെന്റ് ചെയ്തു. എക്സ് ഡയറക്ഷനിലുള്ള ഡിസ്പ്ലേസ്മെന്റിനെ ലീനിയർ ഫംഗ്ഷൻ ആയിട്ട് ഞാൻ റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട്. ക്ലിയർ? Okay. So I can represent it in matrix form. Okay, so representing it in matrix form, it is something like this: u1, u2, u3 is equal to എന്ത് വരും? matrix formula ആക്കുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ പറയാം: 1 x1 y1, 1 x2 y2, 1 x3 y3 into a1 a2 a3 എന്ന് റെപ്രസെന്റ് ചെയ്യാം. സോ 3 നോഡിന്റെ കേസ് ഞാനവിടെ റെപ്രസെന്റ് ചെയ്തു a1 a2 a3. ഓക്കെ, സോ അൾട്ടിമേറ്റ്ലി എനിക്ക് a1 a2 a3ന്റെ ഫോമിലേക്ക് എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഫ്രം ദ ഇക്വേഷൻ 1 എനിക്ക് a1 a2 a3 ആണ് കാണേണ്ടത്. സോ ഐ ക്യാൻ റെപ്രസെന്റ് ദിസ് ആസ് ടു ഫൈൻഡ് a1 a2 a3 എന്ത് പറയാം? നമുക്ക് മെട്രിക്സിന്റെ ഇൻവേഴ്സ് എടുത്താൽ മതി അല്ലെ? a1 a2 a3 is equal to എനിക്ക് ഇങ്ങനെ പറയാം is equal to 1 x1 y1, 1 x2 y2, 1 x3 y3 യുടെ ഇൻവേഴ്സ് എടുത്താൽ മതി. ഇൻവേഴ്സ് ഇൻറ്റു u1 u2 u3 എടുത്തു കഴിഞ്ഞാൽ I will get the a1 a2 a3 വാല്യൂ. റൈറ്റ്, നമ്മളെ ബേസിക് മെട്രിക്സ് ഓപ്പറേഷൻ അല്ലെ? സോ നമുക്കറിയാം ഫോർ എക്സാമ്പിൾ ഇത് ഡി ആണെങ്കിൽ ഡി ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ കോഎഫിഷ്യൻ കോഫാക്ടർ മെട്രിക്സ് സി ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് ഡി ആണ് അല്ലെ? സി ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് ഡി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഡി ഇൻവേഴ്സ് കിട്ടും അല്ലെ? നമ്മൾ പഴയ മാത്സ് ഇൻവേഴ്സ് കാണാൻ വേണ്ടിയിട്ടുള്ള ബേസിക്സ് ആണ്. ഡിറ്റർമിനന്റ് ഓഫ് ഈ ഒരു മെട്രിക്സ് കാണാം ഇൻറ്റു അതിന്റെ കോഫാക്ടർ മെട്രിക്സ് എടുക്കാം. റൈറ്റ്. സോ നമുക്ക് അതേ പ്രോസസ് ആണ് ഇവിടെയും ചെയ്യാനുള്ളത്. നമ്മളെ ബേസിക് കുറച്ച് ലെങ്ത് ആയിട്ടുള്ള പ്രോസസ് ആണ്, പക്ഷെ അതേ കാര്യം തന്നെ ഇവിടെയും ചെയ്യണം. സോ നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് ഡി മെട്രിക്സ് നോക്കാം. ഓക്കെ, സോ ലെറ്റ് റെപ്രസെന്റ് ദിസ് ആസ്, സോ ഇതിന് എനിക്ക് ഇങ്ങനെ പറയാം, ഇതെന്താണ്? ഇത് എന്റെ എ മെട്രിക്സ് ആണ്, ഇത് പ്രോപ്പർട്ടി മെട്രിക്സ് അല്ലെങ്കിൽ ഡി മെട്രിക്സ് ആണ്, ഇത് ലാസ്റ്റത്തെ യു മെട്രിക്സ് ആണ് അല്ലെ? ഡിസ്പ്ലേസ്മെന്റ് മെട്രിക്സ്. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഡി ഇൻവേഴ്സ് ഓഫ് ഇതാണ് കാണാനുള്ളത്. റൈറ്റ്. സോ നമുക്ക് ഡി ഇൻവേഴ്സ് ഒന്ന് കാണാൻ നോക്കാം. Right. Okay, so D inverse, so my D inverse is actually equal to some coefficient matrix in the transpose divided by determinant of D ആണ് അല്ലെ? ഇത് ഓർമ്മയില്ല എല്ലാവർക്കും? പഴയ മെട്രിക്സ് ഓപ്പറേഷന്റെ ഇല്ലേ? ഓക്കെ, സോ അതേ കാര്യം തന്നെയാണ് ഇവിടെ ചെയ്യാനുള്ളത്. സോ വിൽ മൂവ് ഓൺ വിത്ത് ദാറ്റ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഈക്വൽ ടു, നമുക്ക് അതിന് ആദ്യം ഡയറക്റ്റ് നിങ്ങൾക്ക് സി ട്രാൻസ്പോസ് എടുക്കാൻ പറ്റുമെങ്കിൽ സി ട്രാൻസ്പോസ് എടുത്തോ, അല്ലെങ്കിൽ ഞാൻ കോഎഫിഷ്യന്റ് മെട്രിക്സ് അത് എടുക്കുകയാണ് സി. ഓക്കെ, സോ ഇത് കാണേണ്ട പ്രൊസീജിയർ എല്ലാവർക്കും ഓർമ്മയുണ്ടാവുന്ന വിചാരിക്കുന്നു. അങ്ങനെ എടുക്കാം. നമ്മൾ കോഎഫിഷ്യന്റ് മെട്രിക്സ് എടുക്കുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ എന്റെ ഫസ്റ്റ് വാല്യൂന്റെ ആണെങ്കിൽ എന്ത് ചെയ്യുക? ഇത് രണ്ടും എലിമിനേറ്റ് ചെയ്യുക. x2 y2 x3 y3 ആയിരിക്കും ഫസ്റ്റ് ടേമിന്റെ കോഫാക്ടർ മെട്രിക്സ് വരിക. അത് നമുക്ക് എങ്ങനെയാണ്? പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് എന്നുള്ള ഫോർമുല ഉണ്ടാവും അല്ലെ? സോ ഫസ്റ്റ് ടേം x2 y2 x3 y3, സെക്കൻഡ് ടേം എന്താവും? ഇതിനെ കട്ട് ചെയ്യുക 1 y2 1 y3 അല്ലെ? സോ ആ ഒരു ഫോർമുല നമ്മൾ റെപ്രസെന്റ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ കിട്ടും. എന്താ കിട്ടുക? ഫസ്റ്റ് ടേം x2 y2 x3 y3
minus determinant of 1 y2 1 y3. ഇതറിയില്ലേ? ഇത് നിങ്ങൾക്ക് അറിയാത്ത പ്രശ്നമില്ലല്ലോ. ഞാൻ എങ്ങനെ ഇത് എഴുതുന്നതല്ലേ പറയണോ? ഓക്കെ റൈറ്റ്. സോ ഇത് റെപ്രസെന്റ് ആണ്. അടുത്ത ടേം അതേപോലെ റെപ്രസെന്റ് ആണ് കോഫാക്ടർ x1 y1 x3 y3 1 y1 1 y3. Similarly next one minus 1 x1 കോഫാക്ടർ മെട്രിക്സ് എല്ലാം ചെയ്താൽ ഇതേപോലെ തന്നെ കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നീട് സമയം എടുത്തിട്ട് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ടാണ് ചെയ്ത് നോക്കാം. x1 y1 x2 y2 അതുപോലെ 1 y1 1 y2 ഇത് മൈനസ് ആയിരിക്കും ഇൻറ്റു 1 x1 1 x2. ഓക്കെ, സോ ഇവിടെ ആൾട്ടർനേറ്റ് പ്ലസ് ആണ് മനസ്സിലായി. പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ്. ഓക്കെ, സോ കോഫാക്ടർ മെട്രിക്സ് എടുക്കണം. പക്ഷെ എനിക്ക് ഇതെല്ലാം വേണ്ടത് ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കണം അല്ലെ? സി ട്രാൻസ്പോസ് ആണ് വേണ്ടത്. സോ ട്രാൻസ്പോസ് എടുക്കുക പറഞ്ഞാൽ എന്താ, ഈ കോളത്തിനെല്ലാം റോയിലേക്ക് മാറ്റാം. ഓക്കെ, പിന്നെ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ഞാൻ അത് രണ്ടും ഒറ്റ സ്റ്റെപ്പിൽ ചെയ്യാണ്. ഒരു സിംഗിൾ സ്റ്റെപ്പിൽ ചെയ്ത് കഴിഞ്ഞാൽ സി ട്രാൻസ്പോസ് വാല്യൂ ഐ വിൽ ഗെറ്റ് ഇറ്റ് ആസ് സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, ഇങ്ങനെ വരും x2 ഇവിടെ നോക്കിയാൽ x2 y3. സോ ഫസ്റ്റ് ടേം തന്നെയാണ് x2 y3 മൈനസ് y2 x3. ഇതാണ് എന്റെ ഫസ്റ്റ് ടേം. റൈറ്റ്. സോ സെക്കൻഡ് ടേം ഇവിടെ വരുന്ന ടേം ശരിക്കും എന്തായിരിക്കും? ഇതായിരിക്കും അല്ലെ? ഇതാണ് ഇവിടത്തേക്ക് വരിക ട്രാൻസ്പോസ് എടുക്കുമ്പോൾ. അപ്പൊ എന്താ, y3 x1 മൈനസ് x ഹലോ ആ കേൾക്കുന്നില്ലേ? ഹലോ ഓക്കെ, സെക്കൻഡ് ടേം എന്ത് വരും? x3 y1. ഞാൻ മൈനസ് എല്ലാം ഉള്ളിൽ മൾട്ടിപ്ലൈ എഴുതാണ്. ഫൈനൽ റിസൾട്ട് x1 y3. ഓക്കെ, സോ ഇത് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിന്റെ ഫോം ഇപ്പുറത്തേക്ക് വരും. കാരണം ഞാൻ ട്രാൻസ്പോസ് എടുക്കുന്നത് അല്ലെ? സി ട്രാൻസ്പോസ് ആയതുകൊണ്ട്. ഓക്കെ, സോ ഇൻ ടു the third term is actually x1 y2 minus x2 y1. Okay, so the next term is y2 minus y3 y3 minus y1 y1 minus y2. Similarly last എടുക്കുകയാണെങ്കിൽ x3 minus x2 x1 minus x3 and x2 minus x3 കിട്ടും. So ഇതിന്റെ c transpose എടുത്തു കഴിഞ്ഞാൽ you will get this as the values. Okay, now for the sake of for convenience aspect ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിനെ ഞാൻ p1 എന്ന് ഡിനോട്ട് ചെയ്യാണ്, ഇത് p2 എന്ന് കൊടുക്കുകയാണ്, ഇത് p3 എന്ന് കൊടുക്കുകയാണ്, ഇത് q1 q2 q3 r1 r2 r3 എന്ന് വെച്ചാൽ p1 എന്ന് പറയുന്നത് ഇതാണ്, p2 എന്ന് പറയുന്നത് ഈ ടേം ആണ്, p3 എന്ന് പറയുന്നത് ഈ ടേം ആണ്, q1 ഇതാണ്, q2 ഇതാണ്, q3 ഇതാണ്, r1 ഇതാണ്, r2 ഇതാണ്, r3 ആണ്. ഓക്കെ, സോ അങ്ങനെ എല്ലാ ടേമുകളും ഇവിടെ വരും. ഓക്കെ, so simply I can represent my C transpose is something like this: P1, P2, P3i, Q1, Q2, Q3, and R1, R2, R3. Where ഓരോ ടേംസ് ഇതാണ് കറസ്പോണ്ടിങ് ആയിട്ട് P1 എന്ന് പറഞ്ഞാൽ x2 y3 മൈനസ് y2 x3 ആ രീതിയിലാണ് ആ ടേം വരുന്നത്. ഓക്കെ, ക്ലിയർ? ഫൈൻ. Now, similarly, you have to also take the determinant of D. So, D matrix out in determinant of D determinant of see D matrix. So, determinant of 1 x1 y1, 1 x2 y2, and 1 x3 y3. So, determinant of D. So, my determinant of D is equal to 1 x1 y1, 1 x2 y2, and 1 x3 y3. ഓക്കെ, റൈറ്റ്. ഇതൊരു ഓക്കെ അല്ലേ? കൂടിയില്ലേ? അടുത്ത അവർ ആയിരുന്നോ? നോൺ സാർ ഒരു 5 മിനിറ്റ്. ഓക്കെ ഓക്കെ, താങ്ക് യു. ഒന്ന് തീർക്കാനായിരുന്നേ. ഓക്കെ, റൈറ്റ്. ഇതായില്ലേ? സോ ഇതാണ് നമ്മളെ സി ട്രാൻസ്പോസ് മെട്രിക്സ് കിട്ടി, അതുപോലെ തന്നെ എന്താണ് ഡിറ്റർമിനന്റ് ഓഫ് ഡിയും കിട്ടി. റൈറ്റ്. പക്ഷെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. എന്താ വെച്ചാല്
ഒരു നമ്മളിപ്പോൾ എടുത്ത ഒരു CST എലമെന്റ് ആണ് അല്ലെ, ഇത്തരത്തിലുള്ള ഒരു CST എലമെന്റ് എടുത്ത് ഇത് 1, 2 and 3 ആണ് അല്ലെ. സോ ഇതിന്റെ ഒരു റിലേഷൻഷിപ്പ് എന്താണെന്ന് വെച്ചാൽ ഏരിയ ഓഫ് ദ ട്രയാങ്കുലർ എലമെന്റ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ, ഓക്കെ, ഓഫ് ദിസ് triangle is actually equal to 1/2 of അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ ആണ് 1x1 y1. ഓക്കെ, ഇതിന്റെ കോർഡിനേറ്റ്സ് എടുക്കുകയാണെങ്കിൽ ഇത് x1 y1 ആണെങ്കിൽ ഇത് x1 y1, ഇത് x2 y2, ഈ തേർഡ് പോയിന്റ് x3 y3 ആണെങ്കിൽ എന്താണ് ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത്, ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഓഫ് ഡിറ്റർമിനന്റ് ഓഫ് 1x1 y1, 1x2 y2 and 1x3 y3 ആണ്. ഓക്കെ, സോ ഇതിന്റെ ഡിറ്റർമിനന്റ് ഹാഫ് എടുക്കുകയാണെങ്കിൽ you will get the area of this triangle. Okay, so that is a very important relationship. So you can make use of this relationship. എങ്ങനെ നമുക്ക് ഇതിങ്ങനെ പറയാം, so it is actually area is equal to 1/2 of determinant of D ആണ്. Okay, or you can say determinant of D is equal to 2 times area of this CST element. Okay, 2 times area ആണ്. അപ്പോൾ ഏരിയ കണ്ടുപിടിച്ചതിന്റെ 2 times എടുക്കുകയാണെങ്കിൽ you can directly get the determinant value. Okay, clear ആണോ? So that is very important. Okay. Okay. ഇനി നമുക്ക് തിരിച്ച് സഞ്ചരിക്കാം. നമുക്കിനി ഓരോരോ കാര്യങ്ങൾ ഇവിടെ ഫില്ല് ചെയ്ത് പോവാം. സോ ഇതാണ് ഡിറ്റർമിനന്റ് കിട്ടിയത്. സോ നമുക്ക് എന്താ ഓക്കെ, സോ യുവർ A1 A2 A3 എന്ന് പറയുന്നത് എന്താണ്, ഇതിന്റെ ഇൻവേഴ്സ് ഇൻറ്റു U1 U2 U3 ആണ്. സോ നമുക്ക് ആ വാല്യൂസ് ഓരോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂസ് ഓവർ ഹിയർ. ഓക്കെ, ലെറ്റ് ദിസ് ബി മൈ അങ്ങനെ തന്നെ കേട്ടെ. സോ നമുക്ക് ആ വാല്യൂസ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ വരും A1 A2 ഇവിടെ അല്ലേ. സോ ഈ ഇക്വേഷൻ നമുക്ക് തൊട്ട് മുമ്പ് എടുത്ത 1. സോ ലെറ്റ് ദിസ് ബി മൈ സെക്കൻഡ് ഇക്വേഷൻ. സോ D ഇൻവേഴ്സ്, ഓക്കെ, സോ D ഇൻവേഴ്സ് എന്ന C ട്രാൻസ്പോസ് ഇൻറ്റു, സോ ഇവിടെ ഞാൻ അതും കൂടെ എഴുതാം. സോ നമുക്ക് എന്തായി, D ഇൻവേഴ്സ് എന്ന് പറഞ്ഞ ഇപ്പൊ എന്തായി, C ട്രാൻസ്പോസ് ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് D ആയിരുന്നു. C ട്രാൻസ്പോസ് നമുക്ക് ഇവിടെ കിട്ടി, ഇതാണ് എന്റെ C ട്രാൻസ്പോസ് അല്ലെ. സോ C ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ അതിനെ മാറ്റി എഴുതിയ P1 P2 P3 Q1 Q2 Q3 ഡിവൈഡഡ് ബൈ R1 R2 R3 by determinant of D ആണ് എന്ന് വെച്ചാൽ 1/2 times area of this triangle ആണ്. Okay, so 1/2 times ഇതാണ് എന്റെ D inverse. Let this be my third equation. Okay, let this be my third equation. Now നമുക്ക് അതിനെ തേർഡ് ഇക്വേഷനെ നമുക്ക് സെക്കൻഡ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സോ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് 3 in 2 എന്ത് കിട്ടും, A1 A2 A3 is equal to A1 A2 A3 is equal to D inverse നമ്മളിവിടെ കണ്ടെത്തി 1/2A into 1 divided by 2A into P1 P2 P3 Q1 Q2 Q3 R1 R2 R3 into U1 U2 U3. Right. ഓക്കെ, സോ ഞാൻ വെറും ചെയ്തിട്ടില്ല, ഈ കിട്ടിയ റിലേഷൻ ഞാൻ ഇവിടുന്ന് ഇത്രേ ചെയ്തിട്ടുള്ളൂ. ഇതായിരുന്നു എന്റെ A എന്ന് പറയുന്നത് D ഇൻവേഴ്സ് ഇൻറ്റു U ആണ്. D ഇൻവേഴ്സ് ഞാൻ കണ്ടെത്തി കോഫാക്ടറിന്റെ ട്രാൻസ്പോസ് എടുത്തിട്ട്, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ആ D ഇൻവേഴ്സിന്റെ ടേമിനെ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. D ഇൻവേഴ്സ് അത്രയും ഞാൻ ചെയ്ത പ്രോസസ്സ് കംപ്ലീറ്റ് D ഇൻവേഴ്സ് കാണാനായിരുന്നു. D ഇൻവേഴ്സ് എനിക്ക് ഇങ്ങനെ കിട്ടി. ഈ D ഇൻവേഴ്സിന്റെ ടേമിനെ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഫൈൻ, ക്ലിയർ? Okay, now so let this be my fourth equation. Now let us substitute 4 in 1. Okay, 4 in, and the first equation is this one. Okay, so U of xy is nothing but 1xy into A1 A2 A3 എന്നുള്ള ഫോമിലേക്ക് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. So Uxy Ux, y. So ultimately എനിക്ക് ഇതാണ് കിട്ടേണ്ടത്, ഷേപ്പ് ഫംഗ്ഷൻ ആണ് കിട്ടേണ്ടത്. So Uxy is equal to 1xy into A1 A2 A3 ആണ് അല്ലെ.
ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ A1 A2 A3 ഈ വലിയ ടേം ആണ്. അപ്പൊ ഞാനത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എനിക്ക് ഇങ്ങനെ കിട്ടും ux, y is equal to 1xy into 1 divided by 2a into p1 p2 p3 q1 q2 q3 r1 r2 r3 into u1 u2 u3. ഓക്കെ, ഈ ഒരു ഫോമിലേക്ക് വരും. ഓക്കെ, സോ ഇതെന്താണ്? ഇത് 1/3 മെട്രിക്സ് ആണ്, ഇത് 3/3 മെട്രിക്സ് ആണ്. ഇത് രണ്ടും കട്ടായി പോയാൽ ഇത് 1/3 മെട്രിക്സ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടണം അല്ലെ? സോ u of x, y എന്ന് പറയുന്നത് എനിക്ക് ഇങ്ങനെ എഴുതാം. ഞാൻ ഇതിനെ മൾട്ടിപ്ലൈ ആണെങ്കിൽ എന്താവും? p1 പ്ലസ് q1x പ്ലസ് r1y എന്ന് വരും, ഡിവൈഡഡ് ബൈ 2a അല്ലെ? സോ എന്റെ ഫസ്റ്റ് ടേം ഇങ്ങനെ ആയിരിക്കും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താല് p1 പ്ലസ് q1x plus r1y divided by 2a. അടുത്ത ടേം p2 plus q2x plus r2y divided by 2a. Similarly, third term p3 plus q3x plus r3y divided by 2a into u1 u2 u3 എന്ന് കിട്ടും. ഓക്കെ, സോ ദിസ് ഇസ് മൈ ഫൈനൽ ഫോം. എന്ന് വെച്ചാൽ ഇത് എന്താണ് ഫോം? ഇവിടെ നോക്കിയാൽ ഇത് എന്താണ് ഫോം? ഇത് ശരിക്ക് നമുക്കറിയാം യു എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? നമ്മൾ യു ഓഫ് എക്സ് വൈനെ, യു ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ആക്ച്വലി n1 n2 n3 u1 u2 u3 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. where n1 n2 n3 are shape functions. So that means this is your n1, this is your n2 and this is your n3. എന്നുവെച്ചാൽ n1 എന്ന് പറയുന്നത് p1 പ്ലസ് q1x പ്ലസ് r1y ഡിവൈഡ് ബൈ 2a ആണ്. n2 എന്ന് പറയുന്നത് ഇതാണ്, n3 എന്ന് പറയുന്നത് ഇതുമാണ്. ഓക്കെ, ഇത്രയും ഡെറിവേഷൻ ഉണ്ട്. സോ നാളെ ഞാൻ ഒന്നുകൂടെ ഇതൊന്ന് എന്തൊക്കെ മിസ്സിംഗ് ഉണ്ടെങ്കിൽ ഞാൻ പറയാം. അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്സിംഗ് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കുകയാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, സോ എന്തായാലും ഞാൻ ഈ ഇതുവരെ എഴുതിയ സാധനം ഞാൻ നിങ്ങൾക്ക് ഇതിലേക്ക് ഇട്ടുതരാം. നമ്മുടെ ലിൻവേസിൽ ഞാൻ ഇപ്പൊ തന്നെ അത് PDF ആക്കി ഇട്ടുതരാം. ഓക്കെ, സോ ആ ഡെറിവേഷൻ ഒന്ന് നോക്കുക. ഓക്കെ, ഡെറിവേഷൻ എങ്ങനെയാണ് വരിക എന്നുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കി വെക്കുക. അത് മാക്സിമം അത് മനസ്സിലാക്കാൻ നോക്കുക. സോ സിമ്പിൾ ആണ് ഡെറിവേഷൻ ആസ് സച്ച്. നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്തൊന്നുമില്ല, മാട്രിക്സ് സോൾവ് ചെയ്ത് അങ്ങനെ ഇങ്ങനെയെല്ലാം പോയി. ഈ മാട്രിക്സ് സൊല്യൂഷൻ ഒക്കെ നമ്മൾ പണ്ടേ പഠിക്കുന്നതാണ്, അതുകൊണ്ട് ഇതിൽ വേറെ ആനക്കാര്യമൊന്നുമില്ല. വളരെ സിമ്പിൾ ആണത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് മാത്രമേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ, അല്ല പ്രോബ്ലം കിട്ടുള്ളൂ. സോ ആ n1 n2 n3 എന്നുള്ള വാല്യൂ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ആ p1 p2 p3 എന്താണെന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ക്ലിയർ? Yes, sir. ഓക്കെ, സോ താങ്ക് യു. അല്ലേ, Thank you, sir. സോ താങ്ക് യു. ബാക്കി പിന്നെ നോക്കാം.